വെൽക്കം ബാക്ക് ടു ഫാമിലി വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് അമ്മയുടെ ഡേ ആണ് ഗൈസ്. കാരണം ഇത് അമ്മയുടെ ബർത്ത്ഡേ ഒന്നുമല്ല, ബട്ട് സ്റ്റിൽ ഇന്ന് അമ്മയ്ക്കൊരു റെസ്റ്റ് ഡേ ആണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. അതിന് പകരം എല്ലാ അമ്മമാർ സാധാരണ വീട്ടിൽ ചെയ്യുന്ന ജോലിയെല്ലാം ഞാനായിരിക്കും ഇന്നത്തെ ദിവസം ചെയ്യാൻ പോകുന്നത്. ഇന്ന് മാത്രമേ ഉള്ളൂ, നോട്ട് ദാറ്റ് പോയിന്റ്. ഇന്നത്തെ ദിവസം മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ ദിവസവും ഇനി അമ്മയ്ക്ക് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ജസ്റ്റ് അത് നമുക്കൊന്ന് വീഡിയോ എടുക്കാനൊക്കെ വിചാരിച്ചു. ആൻഡ് ഇവിടെ ചുറ്റുമില്ല, ചുറ്റും ആറന്മുള പോയേക്കുന്നുണ്ട്. ഞാനും അമ്മ അനു മാത്രമാണ് ഇവിടെ ഉള്ളത്. അനു പഠിക്കുകയാണ്. സോ ഞാൻ ഇവിടെ വെറുതെ നടക്കുകയാണ്. അമ്മയ്ക്കും കൂടിയിട്ട് ഒരു ഹെൽപ്പ് ആവാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചുമ്മാ ഒന്ന് ചെയ്യുന്നതേ ഉള്ളൂ. എനിക്ക് എത്രത്തോളം ഇത് സക്സസ് ആവുമെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ എനിക്ക് മടി വരും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണും. ഓക്കെ, എന്തായാലും ഞാൻ വിചാരിച്ച് രാവിലെ എടുക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. പക്ഷേ ഞാൻ എഴുന്നേറ്റപ്പോൾ തന്നെ 9:30 ആയി. പിന്നെ കുളിച്ച് നനച്ചൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഒരു സമയം നമ്മൾ 11 മണി കഴിഞ്ഞപ്പോഴാണ് ഫുഡ് കഴിച്ച് രാവിലത്തെ. അതൊക്കെ അമ്മയാണ് പ്രിപ്പയർ ആക്കി. അപ്പോൾ ഒന്നും എനിക്ക് ഐഡിയ ഉണ്ടായിരുന്നില്ല, ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പം 12:20 കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഇപ്പം തോന്നുന്നത് ഒരു ചാലഞ്ച് ചെയ്താൽ എന്താണെന്ന്. അപ്പം ഞാൻ മാക്സിമം അതിന് യൂട്ടിലൈസ് ചെയ്യും അല്ലേ. കിട്ടിയ അവസരം പാഴാക്കി കളയാൻ പാടില്ലല്ലോ. സ്വയം ഇങ്ങോട്ട് ചാടി തന്നതാ. അപ്പം ഞാൻ ചുമ്മാ ചോദിച്ചു ഇങ്ങനെ എന്ത് ചെയ്യാം. അപ്പം ഞാൻ ചെയ്തു. 3 പ്രാവശ്യം എൻ്റെ അടുത്ത് ഇപ്പം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അമ്മ ഞാൻ ഇങ്ങനെ ചെയ്യാം, വീഡിയോ എടുക്കാം, അങ്ങനെ. അപ്പോൾ ഓക്കെ ആയിക്കോട്ടെ. അപ്പോൾ ഇന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പോൾ ചെയ്യാവുന്നു. അപ്പം ഞാൻ കിച്ചണിലോട്ട് പോകാമെന്നായിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മ ഞാൻ ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെ ഇരിക്കുവാണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ ജോലികൾ. 5 പണി കൊടുക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അമ്മയ്ക്കൊരു റെസ്റ്റ് ഡേ, എനിക്ക് ജോലി ഡേ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ് സമയം 12:17 ഉച്ചയ്ക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ജോലി തുടങ്ങാം. എന്താണ് ഫസ്റ്റ് ജോലി? പാത്രം പോയി ക്ലീൻ ചെയ്യുക, പാത്രം കഴുകുക. അതെനിക്ക് കുറച്ച് പാത്രമേ ഉള്ളൂ. അത് രാവിലത്തെ എല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. രാവിലെ ഇത് കഴിച്ചതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിൻ്റെ കുറച്ച് പാത്രം ഇരിപ്പുണ്ട്, അത് പോയി ക്ലീൻ ചെയ്യാം. നമ്മൾ തലേദിവസം എല്ലാ പാത്രവും കഴുകി ക്ലീൻ ചെയ്തു, ആ കിച്ചൺ ഫ്ലോർ ക്ലീൻ ചെയ്തിട്ട് കിടക്കാറുള്ളൂ. പിറ്റേ ദിവസത്തേക്ക് രാത്രിത്തെ പാത്രം വെക്കാറില്ല. അത് ഈ വീട്ടിലെ ഒരു ആചാരമാണ്, അത് നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് ഇപ്പം നമുക്ക് പാത്രം കഴുകാം. അതൊന്നും എനിക്കൊരു പുത്തരിയല്ല, കാരണം ഞാൻ എപ്പോഴും പാത്രം കഴുകാറുണ്ട്. 5-6 പാത്രം കഴുകുന്നതിന് വലിയ പുത്തരിയല്ല ഗൈസ്. 5-6 പാത്രം കഴുകുന്നതും നമുക്ക് എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും അത് കഴുകുന്ന, എത്ര സമയം പോവും. ഭയങ്കര കഷ്ടപ്പാടാ മോളെ, പോയി കഴുകാദ്യം. ഓക്കെ ഗൈസ്, നമുക്ക് തുടങ്ങാം. ലെറ്റ്സ് സ്റ്റാർട്ട്. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ ഗൈസ്. ഇവിടെ കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ട്, പിന്നെ ഇത്രയും പാത്രമാണ് കഴുകാനുള്ളത്. രാവിലത്തെ അമ്മ എല്ലാം കഴുകേണ്ട നമുക്ക് ഇച്ചിരി ഉള്ളൂ. സക്സസ്ഫുള്ളി ഞാൻ കംപ്ലീറ്റ് ചെയ്തു, പാത്രം കഴുകി കഴിഞ്ഞു. അപ്പം നെക്സ്റ്റ് ജോലിയിലോട്ട് കിടക്കാം. എന്താണ് നെക്സ്റ്റ് ജോലി? നെക്സ്റ്റ് ജോലി കടയിലോട്ട് വാ, കസ്റ്റമർ വന്നിട്ടുണ്ട്, അവിടെ കുറേ ജോലികളുണ്ട്. വാ. എനിക്ക് ചേച്ചി നമുക്ക് പോവാം, കടയിലോട്ട് പോകാം. കടയിലെത്തി. ഇവിടെ ലതാൻ്റെ കൊച്ചുമോളുണ്ട് കേട്ടോ. കണ്ടു, ഇവർ കുറച്ച് നേരമായി വന്നിട്ടാ നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത്. കണ്ടോ? ലതാൻ്റെ നൈറ്റ് വേണം, വന്നിട്ട് നൈറ്റ് വെച്ച് വെക്കും കേട്ടോ. അടുത്ത ജോലി കസ്റ്റമർ വന്നിട്ട് പോയി. അപ്പോൾ ഈ തുണികളെല്ലാം മടക്കി ഒതുക്കി നീറ്റായിട്ട് വെക്കും. ചെയ്തോ? ശരിയെന്നാ ഞാൻ പോകുന്നത്. ഡേ ചെയ്യണേ. എന്തോ ചെയ്യും, ഞാനിവിടെ ഇരിക്കും. എല്ലാം ചെയ്യാമെന്നല്ലേ പറഞ്ഞേ. വലിയ തുണികളൊന്നുമില്ല, നൈറ്റ് ഇത്രേ ഉള്ളൂ. സ്പോട്ട് ലൈറ്റോ? ഏതൊരു ലൈറ്റാ അത്? സ്പോട്ട് ലൈറ്റ്. പക്ഷെ ആദ്യമൊക്കെ ഇവിടെ കസ്റ്റമേഴ്സ് വരുമ്പോൾ ചോദിക്കുമായിരുന്നു ഇത് ക്യാമറയാണോ. പക്ഷേ ഇത് സ്പോട്ട് ലൈറ്റ് ആണ്. റിയൽ ആയിട്ടുള്ള ക്യാമറ ദോ ഇരിക്കുന്നു. ഇവിടെ കാണാം ലൈറ്റിൻ്റെ താഴെ. അപ്പോൾ നമ്മൾ
തുണി മടക്കി ഗൈസ്, എനിക്ക് വയ്യ. നമ്മൾ കാണുന്നവരല്ല, ഭയങ്കര പാടാണ് നൈറ്റ് മടക്കാൻ. ഞാനാണെങ്കിൽ മടക്കത്തൊന്നുമില്ല ഒരു തുണി, അതുകൊണ്ട് തന്നെ എനിക്കറിയാവുന്ന രീതിയിൽ മടക്കുന്ന അതല്ല സത്യത്തിലുള്ള മടക്കൊക്കെ. അതൊക്കെ നമ്മൾ വീട്ടിൽ ഇടുന്ന തുണികളൊക്കെ മടക്കുന്നത്. ഈ നൈറ്റ് മടക്കുന്നതിനൊരു പ്രത്യേക എന്തോ സാധനമുണ്ട്. ഇതിൽ മടക്കി ഞാൻ ഇത് ക്ലീൻ ആക്കിയിട്ടുണ്ട്. നമ്മുടെ എന്താ പറയുക, ഓണം ലക്കി ഡ്രോ വിന്നേഴ്സാണ് കേട്ടോ കഴിഞ്ഞ വർഷത്തെ. കണ്ടോ, നമ്മളെല്ലാവർക്കും ഗിഫ്റ്റൊക്കെ കൊടുക്കും. ഇതാണ്ട് കാത്തു ചേച്ചി, ദേവു, അങ്ങനത്തെ കുറച്ച് പേര്. അപ്പോൾ നമ്മുടെ മുല്ലപ്പൂ ഗായ്സ് വളർന്നു. പണ്ട് കുട്ടപ്പണ്ണം ഉണ്ടായിരുന്ന സമയത്ത് പിച്ച് വരുന്നു കേട്ടോ, ഇപ്പം ആരും പിച്ചത്തില്ല. ഫുഡ് കഴിക്കാനുള്ള സമയമാണ്, 2 മണിയാവാനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചോറ് റെഡിയാക്കാം. നമ്മൾ ഫ്രൈഡ് റൈസ് തിളപ്പിച്ച് ഉറ്റുക ചെയ്യുന്നത്. സോ ഫ്രൈഡ് റൈസ് ഫ്രിഡ്ജിൽ ഇരിക്കുക, നമുക്ക് സ്റ്റീമറിൽ വെച്ചൊന്ന് തിളപ്പിക്കല്ല, സ്റ്റീം ചെയ്ത് ചൂടാക്കി എടുക്കാം. അടുത്ത് നമ്മൾ കൊഞ്ച് പൊളിക്കാൻ പോവാ. ഇതൊക്കെ ഒരു വേസ്റ്റ് തിങ്ങാണ് ഇതൊക്കെ. കഴിക്കാൻ ടേസ്റ്റാണ്. ഇപ്പോൾ ഒരു കുഞ്ഞ് ഇൻസിഡൻറ്റ് ഉണ്ടായ എന്തെന്ന് വെച്ചാലേ, അമ്മ എന്നോട് പറഞ്ഞ് കൊഞ്ച് പൊളിക്കുന്ന പാത്രം കൊണ്ട് വെളി വെക്കാൻ പറഞ്ഞു ബാക്കിൽ. അപ്പം ഞാൻ അങ്ങനെ വെളി വെച്ച് ഇച്ചിരി കഴിഞ്ഞപ്പോൾ കുറെ കാക്കകൾ വന്ന് ഒരു മീനങ്ങ് തെള്ളിയിട്ട് അതിനകത്ത് നിന്ന് എടുത്തോണ്ട് പോയി. അപ്പം ഇത് ഞാനും അമ്മയും കൂടെ കേട്ടോ ഈ ജോലി ചെയ്യുന്നത്. കാരണം ഇത് കൊഞ്ച് പൊളിക്കാൻ ടൈം എടുക്കും, അതുമാത്രമല്ല ഞാൻ ഇങ്ങനെ വെച്ചോണ്ടിരിക്കും. സോ അമ്മ ഇതിന് മാത്രം എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാ നമ്മൾ കൊഞ്ചൊക്കെ മസാല പുരട്ടി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്കും കുറച്ച് പാത്രം കഴുകാനുണ്ട്, അതൊക്കെ കഴുകണം ഗൈസ്. വീടൊന്ന് തൂത്തിടണം, വീട് തൂക്കാം. അപ്പോൾ നമ്മൾ തൂത്തു വാരിയിട്ടുണ്ട്. കിച്ചണും 2 റൂമും ഹോളും തൂത്തു നടന്നു ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് ഫുഡൊക്കെ എടുത്ത് വെക്കാം. അപ്പോൾ നമ്മൾ കറിയൊക്കെ എടുത്ത് ചൂടാക്കി, ഫ്രൈഡ് റൈസ് ചൂടാക്കി എല്ലാം കിച്ചണിൽ ഡൈനിങ് ടേബിളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്, അടച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഫുഡൊക്കെ ചൂടാക്കി വെച്ചില്ലേ, പക്ഷേ അമ്മ അതിനകത്ത് കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിട്ട് അമ്മ അതിനെ ഒരു എഗ് ഫ്രൈഡ് റൈസ് ആക്കി മാറ്റി. പിന്നെ എന്തൊക്കെയോ ചിക്കൻ വെച്ചിട്ട് ചിക്കൻ പക്കോടി ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഷോർട്സ് വരുന്നതായിരിക്കും. പറഞ്ഞ് 2 തണ്ട് കറിവേപ്പില കൊടുക്കാൻ പറഞ്ഞു, നല്ലത് നോക്കി കൊടുക്കാൻ പറഞ്ഞു. ഇതിനകത്ത് ഇപ്പം നല്ലതൊന്നും എനിക്കറിയാൻ പറ്റില്ല. ഇപ്പം നട്ടുച്ച എത്ര 3 മണി കഴിഞ്ഞ്, നമ്മളിതുവരെ ഫുഡൊന്നും കഴിച്ച് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നേ ഉള്ളൂ ഗൈസ്. നമ്മുടെ സമയം ഇതൊക്കെ തന്നെ. ഞാൻ വിചാരിച്ച് ആരാണ്ട് വന്നു. ഞാൻ കഷ്ടപ്പെട്ട് അമ്മേനോട് പറഞ്ഞ് അമ്മ ഉണ്ടാക്കിയത്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാം. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പം ഈ സമയത്ത് ചായ കുടിക്കും. ഞാൻ കുടിക്കത്തില്ല, ഞാൻ ഇവർക്ക് ഇട്ട് കൊടുക്കും. അമ്മയാണ് നമുക്ക് വൈകിട്ട് ചായക്ക് ഇട്ട് തരാറ്. എനിക്ക് ഇടത്തില്ല, കാരണം ഞാൻ കുടിക്കത്തില്ല. ഇവർക്ക് 2 പേർക്കുള്ള ചായ ഇന്ന് ഞാൻ ഉണ്ടാക്കും. അതിന്റെ ഇടയ്ക്ക് തൂക്കുകയും വേണം. ഞാൻ തൂത്തായിരുന്നു, ഞാൻ തൂത്ത്. അപ്പോൾ നമുക്ക് ചായയൊക്കെ ഉണ്ടാക്കാം. അപ്പം എനിക്ക് ഇച്ചിരി എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ പാൽപ്പൊടിയുടെ ചായ കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അയ്യേ, ഗ്യാസ് കത്തിക്കാൻ പറഞ്ഞുപോയി.
ആ ചായപ്പൊടി ഇടാൻ പറഞ്ഞു. എനിക്ക് പാൽപ്പൊടി വെച്ചുള്ള ചായ ഉണ്ടാക്കാൻ അറിയത്തില്ല. ആദ്യം നമ്മള് ചായപ്പൊടി ഇടാൻ പറഞ്ഞു. അത് ഇടാൻ മറന്നു. അതിന്റെ അല്ല അമ്മ പറഞ്ഞില്ല ഇടണമെന്ന്. എന്തോന്ന് ചായപ്പൊടി ഇടണമെന്ന്. പിന്നെ ചായപ്പൊടി ഇടാതെ ചായ ഉണ്ടാവുമോ മോളെ? ഞാൻ വെള്ളം തിളപ്പിച്ചു, കപ്പിലോട്ട് ഇതിട്ടു. അപ്പൊ ഇനി നമ്മൾ ഇവിടെ വെള്ളം നിറയ്ക്കാൻ വേണ്ടി പോവാണല്ലോ. ജഗ്ഗിലും ബോട്ടിലും നമ്മൾ പ്യൂരിഫയറിൽ നിന്നാണ് വെള്ളം നിറയ്ക്കുന്നത്. അഞ്ജു എവിടാ? എന്തെടുക്കുവാ? ആഹാ, പത്രം വായിക്കാന്നോ? അവക്ക് അടുത്ത പണി ഞാൻ കൊടുക്കാം. മോളെ സമയം എത്രയായി? മക്കളെ? 5 മണി കഴിഞ്ഞു. അപ്പൊ ഇപ്പൊ എന്തുവാണ് ജോലി? ദോണ്ട് മുറ്റത്ത് കുറേ ഇത് കിടക്കുന്നത്. മക്കള് പോയി തൂത്തിട്ട് വാ. അപ്പോ നമുക്ക് മുറ്റം തൂക്കാം. മഴ പെയ്തു. അപ്പം ഇവിടെ തറ വെള്ളത്തോടു കൂടി കിടക്കും കുറച്ചൊക്കെ. പക്ഷെ ചിലവർ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇവിടെ ഇത്രയും ജോലിയാണ് അമ്മമാരൊക്കെ ഇച്ചിരിയേ ഉള്ളല്ലോ എന്നൊക്കെ വിചാരിക്കും. ഗൈസ് എനിക്കൊക്കെ ഐ ആം 17 years old. സോ എന്നെ കൊണ്ട് പറ്റുന്ന ഞാൻ ചെയ്യത്തുള്ളൂ. ആൻഡ് അനു എക്സാമിന് പോയേക്കോ. നമുക്ക് അവള് വരുന്നതിന് മുന്നേ നമുക്ക് തൂക്കണം. ഇല്ലേ അവളെല്ലാം കൂടെ ഇങ്ങനെ പറപ്പിച്ചോണ്ടായിരിക്കും വരുന്നത്. സോ നമുക്ക് പോയി ചൂലെടുക്കാം. അതങ്ങനെ കാണുന്ന പോലൊന്നും അല്ല, ഭയങ്കര പാടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ചെയ്താലേ പാടെന്തുവാന്ന് അറിയാൻ പറ്റുള്ളൂ. കേട്ടോ? യെസ്, എന്നാലേ അത് പോത്തുള്ളൂ. സോ നമ്മൾ തൂത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഫാൻ്റെ അടിയിലിരിക്കുക കേട്ടോ. ഭയങ്കര ചൂട്. അനു വരുന്നെന്ന് തോന്നുന്നു. അനു വന്നു കേട്ടോ. അമ്മ ഗേറ്റ് തുറന്ന് നടക്കാം കേട്ടോ. നമുക്ക് മേല് കഴുകിയിട്ട് വരാം. സോ ഗൈസ്, എന്നെ കൊണ്ട് ചെയ്യാവുന്നില്ല ഞാൻ ചെയ്തിട്ടുണ്ട് ഗൈസ്. സോ ഇതൊരു ചലഞ്ച് എന്ന് പറയാൻ പറ്റത്തില്ല, ജോലി. അമ്മയ്ക്ക് റെസ്റ്റ് ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ അതിന് ഞാൻ പറഞ്ഞില്ലല്ലോ കാപ്പി ഇട്ടെന്ന് ഞാൻ. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. ഞാനിത് ഇട് കേട്ടോ. അനുവിന് ആകെ ഉണ്ടാക്കാൻ അറിയുന്നതാണ് കട്ടൻ കാപ്പി. ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. Stay tuned for another vlog. Bye.